ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷീനൂസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1 kg വരുന്ന ഒരു മാംഗോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു കേക്ക് ബണ്ണി തീമിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ചെറിയ ചെറിയ ഫോണ്ടന്റ് ഡെക്കറേഷൻസ് ഈ ഒരു കേക്കിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഈ ഒരു കേക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഈ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അരിച്ചെടുക്കുക. അതിനുശേഷം ഈ കാണുന്ന കട്ടകളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഒന്നും കൂടി അതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഇനി നല്ല ക്ലീൻ ആയിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാംഗോ എമൽഷൻ ആണ്. എമൽഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്ലേവർ പ്ലസ് കളർ കൂടെ നമുക്ക് അതിൻ്റെ ഒപ്പം കിട്ടും. നമ്മൾ സെപ്പറേറ്റ് കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ എമൽഷൻ 1 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗർ ആണ്. നമ്മൾ നോർമൽ ഷുഗർ ആണ്. ഇപ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുക്കാം. നോർമൽ ഷുഗർ ആയതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിൽ മാംഗോ എമൽഷനാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് കളേഴ്സൊക്കെ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ മാംഗോ എസൻസ് ചേർത്ത് കൊടുത്താലും മതിയാകും. എമൽഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു എഗ്ഗും ഷുഗറും കൂടി നന്നായിട്ട് തന്നെ ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനൊരു 6-7 മിനിറ്റ് ബീറ്റ് ചെയ്തപ്പോഴത്തേനും നല്ല ഫ്ലഫി ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ ഓൾറെഡി അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ബീറ്റർ യൂസ് ചെയ്ത് തന്നെ മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് സ്പാച്ചുല വെച്ചിട്ടും ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. ബീറ്റർ യൂസ് ചെയ്യുന്നെങ്കിൽ ചെറിയ സ്പീഡിലിട്ടിട്ട് വേണം ഒന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ട്. ഈ ഫ്ലോർ കുറച്ചൊന്ന് ആഡ് ചെയ്ത് മിക്സ് ആക്കി കഴിയുമ്പോഴത്തേനും ഈ ഒരു ബാറ്റർ കുറച്ചൊന്ന് തിക്കായിട്ട് വരും. ആ ടൈമിന് നമുക്കൊരു 3 ടേബിൾ സ്പൂണ് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നിച്ച് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു ബാറ്ററിനെ നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു ബാറ്റർ ഒരുപാട് തിക്കാകാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസും ആകരുത്. ഇതുപോലെ ഒരു റിബൺ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് കുറച്ചുകൂടെ ഒന്ന് ഹൈറ്റ് കിട്ടാനായിട്ടാണ് 7 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഫുള്ളായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു ടിന്ന് ഒരു 2-3 തവണ ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാൻ എൻ്റെ ഓവൻ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 160 ഡിഗ്രിയിലാണ് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ആ ഒരു ഓവനിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ വെച്ച് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ആദ്യം ഞാനൊരു 35 മിനിറ്റ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. ബേക്കായിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റ്സ് കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. പലരുടെയും ഓവൻ്റെ ടൈമും ടെമ്പറേച്ചറും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ കുക്കറിൽ വെക്കുന്നവർ ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് മേളിലൊന്ന് ഹാർഡായി പോയിട്ടുണ്ട്. ആ ഒരു ഭാഗം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പോഞ്ചാണിത്. 7 ഇഞ്ചിൽ ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റും ഈ ഒരു കേക്കിനുണ്ട്. ഇനി ഈ ഒരു കേക്കിനെ നമുക്കൊരു 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 4 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്.
ഇനി നമുക്കിതൊന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 kg ഒരു ബേസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. ദെൻ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു കേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ആ ലെയറിലേക്ക് കുറച്ചൊന്ന് ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ലെയറിൽ ചേർക്കാനായിട്ട് ഞാൻ മാംഗോ ക്രഷ് ആണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മാംഗോ ക്രഷ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് പഴുത്ത മാംഗോ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ ലെയറിലേക്ക് നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. മാംഗോ സീസൺ ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഫ്രഷ് മാംഗോ ലെയറിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഇല്ലാത്ത ടൈമിൽ നമുക്ക് ക്രഷ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു മാംഗോ പീസസിന്റെ മേളിലേക്ക് ഞാൻ കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആ മാംഗോ പീസസ് നന്നായിട്ടൊന്ന് സെറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അടുത്ത് സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ചെയ്ത അതേ രീതിയിൽ തന്നെ സെക്കൻഡ് ലെയർ നമുക്കൊന്ന് ക്രീമൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. മാംഗോ പീസസ് ഇട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റോ അല്ലെങ്കിൽ മാംഗോ ബാറോ ഒക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ചോക്ലേറ്റ് അലർജിക്കാണ്, അത് അവോയ്ഡ് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാതിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴത്തേനും കുറച്ച് ചോക്ലേറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഈ ഒരു കേക്ക്. അപ്പോൾ സെക്കൻഡ് ലെയറിൽ ഞാൻ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം ക്രീം ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് ഇത് മാംഗോ ക്രഷ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആദ്യം ചെയ്തതുപോലെ തന്നെ മാംഗോ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ 3 ലെയറും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫൈനൽ ലെയർ ആയിട്ടുള്ള 4ാമത്തെ ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. അതും ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കേക്ക് എപ്പോഴും ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. ക്രം കോട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഫൈനൽ കോട്ടിങ് കൊടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഈ ഒരു കേക്ക് നന്നായിട്ട് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ഫോണ്ടന്റ് ഡെക്കറേഷൻസ് ചെയ്യാനുണ്ട്. അപ്പം അതിനായിട്ട് ഞാനിവിടെ വൈറ്റ് ഗം പേസ്റ്റ് ആണ് റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. നന്നായിട്ട് കോൺഫ്ലോർ ഇട്ടിട്ട് നല്ലപോലെ നീഡ് ചെയ്തതിന് ശേഷമാണ് റോൾ ചെയ്തിട്ടുള്ളത്. അതിലൊരു ബണ്ണിയുടെ ഇയറാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് കട്ട് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കാർഡ്ബോർഡ് പീസിലോ എന്തെങ്കിലും വരച്ചിട്ട് അത് വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം അതേ ഷേപ്പിൽ തന്നെ 2 പീസാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം 2 പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ 1 സൈഡ് ചെവി ചെയ്യാനുള്ള പീസ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ അടുത്ത സൈഡ് ചെയ്യാനായിട്ട് 2 പീസ് നമുക്ക് വീണ്ടും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതും കൂടി ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ആ ഒരു 2 പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ടോട്ടൽ 4 പീസാണ് നമുക്ക് വേണ്ടത് ചെവി ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ആ കട്ട് ചെയ്ത പീസ് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിൽ ഒരു പീസ് എടുത്തിട്ട് നല്ലതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എഡിബിൾ ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വാട്ടറും യൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് ഒരു സ്ക്യൂവർ ഞാൻ കുറച്ചൊന്ന് മേളിൽ നിന്ന് താഴോട്ടാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അത് വെച്ച് കൊടുത്തതിന് ശേഷം അടുത്തൊരു പീസ് അതിന് യോജിക്കുന്ന ഒരു പീസ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഒന്ന് സ്റ്റിക്കായി കിട്ടാനായിട്ടാണ്. എന്നിട്ട് എക്സസ് ആയിട്ട് സൈഡിലോട്ടുള്ള പീസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഇനി നമ്മൾ മുകളിലേക്ക് കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക.
ഇനി ഇതുപോലെ തന്നെ രണ്ടാമത്തെ പീസ് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഈ ഒരു സ്ക്യൂവർ മേളിൽ നിന്നാണ് വെച്ച് കൊടുക്കുന്നത്. സ്പേസ് വിടാതെ തന്നെ മേളിൽ നിന്ന് താഴേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം അടുത്ത പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഷേപ്പ്ലെസ് ആയിട്ടിരിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഞാൻ കൈകൊണ്ട് തന്നെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഷുഗറിൻ്റെ ബ്രൈറ്റ് പിങ്ക് കളർ എടുത്തിട്ടുണ്ട്. അത് ഒരു പീസ് ഫോണ്ടന്റിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പീസിനെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്തില്ലേ ഇയർ പീസിന് വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു ഷേപ്പിൻ്റെ ചെറിയൊരു സ്മോൾ സൈസിൽ 2 പീസ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലുള്ള 2 പീസ് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ആദ്യം ചെയ്ത ഇയർ പീസിൻ്റെ മേളിലേക്ക് ഈ ഒരു ഓരോ പീസും നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടും. ഇനി അതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്ത പീസ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ 2 ചെവിയും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരെണ്ണം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇനി വീണ്ടും ഞാൻ കുറച്ച് പിങ്ക് കളർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് ഒരു ബോളിൻ്റെ ഷേപ്പിലാക്കിയിട്ടുണ്ട്. അതിനെ ഒന്ന് സെൻറ്റർ ഭാഗത്തിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ 2 പീസ് കിട്ടും. അതിനെ ഒന്ന് കൈ വെച്ച് ഒന്ന് നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കണം. ഇനി അതേ രീതിയിൽ തന്നെ കുറച്ച് വൈറ്റ് കളർ ഫോണ്ടന്റാണ് എടുത്തിട്ടുള്ളത്. അതും ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ സെൻറ്ററിൽ വെച്ച് കട്ട് ചെയ്തതിന് ശേഷം ഈ 2 പീസിനെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ വൈറ്റ് കളറിലുള്ള 2 പീസ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ പിങ്ക് കളറിൽ ഒരു പീസുമാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് ബ്ലാക്ക് കളറിലുള്ള ഫോണ്ടൻ്റ് ആണ്. അതും ഇതുപോലെ തന്നെ ഒന്ന് ബോളാക്കി റോൾ ചെയ്തിട്ട് സെൻറ്ററിൽ വെച്ചൊന്ന് കട്ട് ചെയ്ത് 2 പീസാക്കി എടുക്കാം. ഇത് നമുക്ക് ബണ്ണിയുടെ കണ്ണ് ചെയ്യാനായിട്ടാണ് നമുക്ക് ഇങ്ങനെ ബ്ലാക്ക് കളർ ഫോണ്ടൻ്റ് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ കുട്ടി കുട്ടി ഫോണ്ടൻ്റ് ഡെക്കറേഷൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അടുത്തതായിട്ട് ഈ ഒരു കേക്ക് ഫിനിഷിങ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ക്രീമിലേക്ക് മാജിക് കളേഴ്സിൻ്റെ റേഡിയൻ്റ് യെല്ലോ കളർ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്രീമിൽ കളർ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ക്രീം. അപ്പോൾ ഇതുപോലുള്ളൊരു ലൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡാണ് നമുക്ക് കിട്ടുന്നത്. ഓൾറെഡി ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെച്ചിട്ടുള്ള കേക്കിനെ പുറത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഗ്രാസ് നോസിലാണ് എടുത്തിട്ടുള്ളത്. അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ക്രീം ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ആദ്യം ഒന്ന് പ്രസ് ചെയ്തിട്ട് പിന്നെ പുറത്തേക്ക് ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു രീതിക്ക് ഈ കേക്ക് ഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു നോസിലിന് പ്രത്യേകിച്ച് നമ്പറൊന്നുമില്ല, ഗ്രാസ് നോസിൽ എന്നാണ് പറയുന്നത്. ഈ ഒരു നോസിൽ ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ പറ്റും. സാധാരണ പൈപ്പിംഗ് ബാഗിൽ നിങ്ങൾക്ക് ക്രീം എടുത്തതിന് ശേഷം ടിപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. പക്ഷേ അത് കുറച്ചുകൂടെ ടൈം എടുക്കുമെന്നേ ഉള്ളൂ. ഗ്രാസ് നോസിലാകുമ്പോൾ ഒരുപാട് ഹോൾസ് ഉണ്ട്. നമ്മൾ അല്ലാതെ പൈപ്പിംഗ് ബാഗിൽ ചെയ്യുമ്പോൾ ഒരു ഹോൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ ടൈം എടുക്കും. ഈ ഒരു നോസിൽ വെച്ചിട്ട് ഞാൻ ഈ ഒരു കേക്ക് ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോണ്ടന്റ് ഡെക്കറേഷൻസ് ഇതുപോലെ വെച്ചു കൊടുക്കാം. അപ്പോൾ അത് വെച്ചു കൊടുക്കുന്ന കണ്ണും മൂക്കും ഒക്കെ വയ്ക്കുന്ന ആ വീഡിയോ ഒന്ന് കട്ടായി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചെവിയാണ് വെച്ചു കൊടുക്കാനുള്ളത്. ഇതുപോലെ തന്നെ താഴേക്കൊന്ന് കുത്തി ഇറക്കി വെച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ ഫൈനലായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒരു ബണ്ണി തീം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മാംഗോ കേക്കിൻ്റെ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഷീനൂസ് കിച്ചൻ.